മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിനുശേഷം അദ്ദേഹം വയനാട്ടിലേക്ക് തിരിക്കും എന്നതാണ് വിവരം. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ആണ് നടക്കുന്നത്. വയനാട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായും പ്രതികരണങ്ങൾ ഉണ്ടാകും. ഇന്നത്തെ മന്ത്രിസഭാ യോഗം വയനാടുണ്ടായ ദുരന്തത്തെക്കുറിച്ച് വിലയിരുത്തി, ഇതുവരെയുള്ള റിപ്പോർട്ടുകളെല്ലാം വിലയിരുത്തി, ഈ അപകടമുണ്ടായ ഇടയായ സാധ്യതകളെക്കുറിച്ചും അന്വേഷിക്കുന്നതിന് സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇതിന് തൊട്ടുമുകളിലായി ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ പ്രാഥമികമായി വരുന്നുണ്ട്. അതുകൂടി പരിശോധിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും. കേന്ദ്ര സർക്കാർ ഈ തുരങ്ക നിർമ്മാണത്തിനായി പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ ഇതിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നവർ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അപ്പോൾ അപകട സാധ്യതകൾ എന്തെല്ലാം ഉണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പണി തുടരാൻ പോകുന്നത്. അതുവരെ ആ പണി ഇപ്പം നടക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ അതിനുശേഷമായിരിക്കും ആരംഭിക്കുന്നത്. അപ്പം അതിന്റെ വിശദമായ പഠനം, രണ്ട് അപകടമുണ്ടായ കാര്യവും അതേ അവസരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും, ഇത് രണ്ടാണ്, രണ്ട് അന്വേഷണമാണ്. രണ്ട് തരത്തിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തും. അതുപോലെ പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങളാണ്, ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് പുറത്തുവരുന്നത്. പരീക്ഷ സംബന്ധിച്ച ക്രമക്കേടുകളെക്കുറിച്ച് അതിന്റെ പരാതിയും മറ്റു കാര്യങ്ങളും ലഭ്യമായതനുസരിച്ച് ക്രൈംബ്രാഞ്ച് ഈ ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം ആ പോർട്ടിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അവരുടെ കമ്പനിയുടെ ഷെയറുകൾ 49% MSC എന്ന് പറയുന്ന കമ്പനിക്ക്, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള മുൻകൂർ അനുമതി വാങ്ങിക്കണം എന്നുള്ള കത്ത് കിട്ടിയത് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുകയും ഇത് പരിശോധിക്കാൻ ഇതിന്റെ കൺസെഷൻ എഗ്രിമെന്റും കേരളത്തിന്റെ താൽപര്യങ്ങളും പരിശോധിച്ച് നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് നിർദ്ദേശം നൽകാൻ ഇപ്പോൾ തന്നെ നേരത്തെ തന്നെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള എംപവേർഡ് കമ്മിറ്റിക്ക് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള എംപവേർഡ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. ആ എംപവേർഡ് കമ്മിറ്റിയുടെ തീരുമാനം വീണ്ടും മന്ത്രിസഭ അത് പരിശോധിക്കും. കേരളത്തിന്റെ ഒരു താൽപര്യവും ബലീകരിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനവും സംസ്ഥാന സർക്കാർ എടുക്കില്ല എന്ന തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സുപ്രീം കോടതിയിലെ സീനിയർ സ്റ്റാൻഡിംഗ് കോൺസലിനെയും സ്റ്റാൻഡിംഗ് കോൺസൽമാരെയും ഹൈക്കോടതിയിലേക്കുള്ള കുറച്ചുകൂടി സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർമാരെയും സീനിയർ ഗവൺമെന്റ് പ്ലീഡർമാരെയും നിയമിച്ചിട്ടുണ്ട്. 100 ദിവസത്തെ പരിപാടി അടക്കമുള്ള കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിലും CS-ന്റെ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലും ഒരു പ്രോഗ്രാം മാനേജ്മെന്റ് കോർഡിനേഷന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 100 ദിവസത്തേക്കുള്ള പദ്ധതി, അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തന്നെ 19 മന്ത്രിമാരും അവരുടെ വകുപ്പുകളുമായിട്ടുള്ള മീറ്റിംഗുകൾ ഇന്നലെ കഴിഞ്ഞു. അപ്പോൾ അത് സമയബന്ധിതമായി ആ പദ്ധതി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടും ആ പദ്ധതി നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു ഓപ്പൺ പോർട്ടൽ, അതായത് മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനും പരിശോധിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള ഓപ്പൺ പോർട്ടൽ, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും 100 ദിവസത്തെ പദ്ധതികൾ, അതിന്റെ പുരോഗതി. അപ്പോൾ അത് അവിടെ കളർ കോഡാണ് കൊടുത്തിരിക്കുന്നത്. പൂർണ്ണമായി 80% മീതെ പൂർത്തിയാക്കിയാൽ ഗ്രീൻ കളറാണ്, 50-നും 70-നും ഇടയ്ക്ക് പൂർത്തിയാക്കിയാൽ ആംബറാണ്, ഓറഞ്ച് കളറാണ്. തുടങ്ങിയിട്ടില്ല പരിപാടി, കാര്യമായിട്ടൊന്നും പോകുന്നില്ലെങ്കിൽ റെഡ് കളറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പൊതുസമൂഹത്തിന്റെയും മാധ്യമങ്ങളുടെയും നിരീക്ഷണത്തിന് വിധേയമായിക്കൊണ്ടാണ് 100 ഡേയ്സ് പ്രോജക്റ്റ് നടപ്പാക്കുന്നത്. ആ പ്രോജക്റ്റുകൾ വിശദമായി വിലയിരുത്തി ഓരോ പ്രോജക്റ്റുകളും അത് നടപ്പാക്കുന്നതിന് വേണ്ടി വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ വിവിധ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി
ഒരു പരീക്ഷണം പോലെയാണ്. ഏറ്റവും ഭംഗിയായി ഫോളോ അപ്പ് ചെയ്ത് ഏറ്റവും കൃത്യമായി 100 ദിവസത്തിനുള്ളിൽ ഈ പദ്ധതികൾ മുഴുവൻ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ശ്രമമാണ് അത് ആരംഭിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കും മാധ്യമങ്ങൾക്കും അതിന്റെ പീരിയോഡിക്കലായിട്ടുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് ചെയ്യാനും എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും നടക്കുന്നതെന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംവിധാനം ഒരു സംസ്ഥാനത്ത് ചെയ്യുന്നത്. നിങ്ങളുടെ കൂടി ഒരു ഒബ്സർവേഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഒബ്സർവേഷൻ വേണ്ട സ്ഥലത്ത് നിങ്ങളുടെ കൂടി ഒരു നിരീക്ഷണം വെച്ചുകൊണ്ടുള്ളതായിരിക്കും ഈ 100 ഡേയ്സ് പ്രോജക്റ്റ്. ഇതാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങളുള്ളത്. അല്ല, ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ KS പരീക്ഷയെ പറ്റി ഉയർന്നു വന്നിട്ടുണ്ട്, ആരോപണം വന്നിട്ടുണ്ട്. പിന്നെ പരീക്ഷയുടെ മാർക്ക് അറിയാൻ പാടില്ല ഇന്റർവ്യൂ നടത്തുന്നവർ. പക്ഷെ ഇവിടെ പല ഇന്റർവ്യൂ നടത്തിയിരിക്കുന്നത് പരീക്ഷയുടെ മാർക്ക് അറിഞ്ഞിട്ട് ആ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയവരെ, മാർക്ക് കുറഞ്ഞവരെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇന്റർവ്യൂവിൽ മാർക്ക് കൂട്ടിക്കൊടുത്തു എന്നുള്ളതെല്ലാം ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അതടക്കമുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. അല്ലല്ല, അത് നോക്കും, പരിശോധിക്കും. അല്ല, അത് ഹോം ഡിപ്പാർട്ട്മെന്റ്, ആഭ്യന്തര വകുപ്പ് അതിന്റെ പരാതികളുടെ ഗൗരവം അനുസരിച്ചുള്ള തീരുമാനമെടുക്കും. ഇപ്പൊ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അത് അവരുടെ വിവേചനാധികാരമാണ്, ആഭ്യന്തര വകുപ്പിന്റെ. അതല്ല അവര് നിശ്ചയിക്കും, ആഭ്യന്തര വകുപ്പ്. അടുത്ത ഈ ചോദ്യം, തീർച്ചയായിട്ടും. അല്ല, ഈ അന്വേഷണത്തിന്റെ ഭാഗമായി PSCക്ക് വന്നിട്ടില്ല. PSC എല്ലാവരുടെയും പ്രതീക്ഷയും എല്ലാവരുടെയും സ്വപ്നമാണ്. ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് അത് എഴുതി കാത്തിരിക്കുന്നത്. അവരുടെ ഈ ചോദ്യങ്ങളിൽ നടക്കുന്ന ക്രമക്കേടുകൾ, ചോദ്യം തയ്യാറാക്കുന്നതിൽ നടക്കുന്ന ക്രമക്കേടുകൾ, മാർക്കിടുന്നതിൽ നടത്തിയ ക്രമക്കേടുകൾ, ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് KS പരീക്ഷയെക്കുറിച്ചുള്ള ഗുരുതരമായ ആരോപണങ്ങൾ വന്നു. അതെല്ലാം പരിശോധിക്കട്ടെ. നമ്മൾ ഒരു പരിശോധനയും അന്വേഷണവും നടക്കാതെ ഞങ്ങളൊരു കൺക്ലൂഷനിൽ എത്തുന്നത് ശരിയല്ല. നമ്മളൊരു സ്ഥാപനത്തിന്റെ വിശ്വാസം നശിപ്പിക്കാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യും. പക്ഷെ അന്വേഷിക്കും. അവിടെ അന്വേഷിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പൊ 2-3 ചോദ്യമായി. ഇനി എനിക്കൊരു ചോദ്യമുണ്ട് അങ്ങോട്ട്. ഈ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തെ, അതായത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് അവരുടെ ഷെയർ കൈമാറാൻ ഉള്ള ഈ നീക്കത്തിൽ ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് നിങ്ങൾ ആരെങ്കിലും പറയണം. നിങ്ങൾ ചോദിച്ചു, എന്ത് തെറ്റാണ് ചെയ്തത്? ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത്? അതാണ് എന്റെ ചോദ്യം. ആദ്യമായിട്ടാണ് മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നത്. ചോദിച്ചു 2, 3, 4 പേര് ചോദിച്ചു. എന്നിട്ട് ഞാൻ മറുപടി പറയാം. എന്ത് തെറ്റാണ് സർക്കാർ ചെയ്തത്? അത് പറഞ്ഞല്ലോ, അത് അന്ന് ഞാൻ നിയമസഭയിൽ പറഞ്ഞല്ലോ, ഗവൺമെന്റിന് ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞ അന്ന് വൈകുന്നേരം 5 മണിക്ക്. അല്ല, ചോദിക്കണം, ഇത് ചോദിക്കണം. ഞാൻ എന്റെ ചോദ്യത്തിന് മറുപടി പറയണം.